ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ളവനായ പരമകാരുണ്യവാനായ ദൈവമേ, നീയും ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിന്മേൽ തക്കതായ ഉത്തരവാദിത്തങ്ങളെ പ്രമേൽപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ശരിയായ വണ്ണം നിറവേറ്റി കഴിയുമ്പോൾ വലിയവനായ ദൈവമേ, സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും മടങ്ങി വരേണ്ടതാണെന്ന് മനസ്സിലാക്കുവാൻ പിതാവ് ഞങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ അമ്മച്ചയെ അവതാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയവനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് നിന്റെ ദാസി അയച്ചപ്പോൾ തന്റെ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായും ഉചിതമായും ചെയ്തു തീർത്തപ്പോൾ വലിയവനായ ദൈവമേ, നിന്റെ ദാസിക്ക് യഥാർത്ഥമായ സ്വസ്ഥ നൽകിയ അനുഗ്രഹപ്രദമായി ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നൽകിയ ആയുസ്സിനെ ദൈവത്തിന്റെ നന്ദി കരേറ്റിക്കൊണ്ട് അനേകരുടെ ജീവിതങ്ങൾക്ക് മാതൃകയുള്ള ഒരു അമ്മച്ചിയായി ജീവിപ്പാൻ പിതാവിന്റെ ദാസി അവൻ സഹായിച്ചു. കൊടുത്ത ആയുസ് മുഴുവൻ ദൈവത്തിന് തന്റെ അതരങ്ങളാലും തന്റെ ജീവിതങ്ങളാലും നന്ദി കരയിച്ചുകൊണ്ട് ജീവിപ്പാൻ നിന്റെ ദാസി അവിടുന്ന് സഹായിച്ചല്ലോ. നല്ലൊരു അമ്മച്ചിയായി, നല്ല സഹോദരിയായി, നല്ലൊരു അമ്മയായി, നല്ല വീട്ടമ്മയായി, എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ശുശ്രൂഷ നിർവഹിപ്പാനൊക്കെ നിന്റെ ദാസിയെ സഹായിച്ചല്ലോ. അനേകരുടെ ജീവിതങ്ങൾക്ക് ഒരു മാതൃകയുള്ള ഒരു ജീവിതം നയിപ്പാൻ അവിടുത്തെ അമ്മച്ചി അവിടുന്ന് സഹായിച്ചവർക്ക് സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഇപ്പോൾ തന്റെ പ്രിയമച്ച കർത്താവിന്റെ അടുക്കിലേക്ക് തന്റെ മൺമയമായ ശരീരം വിട്ട് നിന്റെ ദാസി വന്നു എന്നുള്ള വിശ്വാസത്തിലാകുന്ന കർത്താവേ, ദാസി ഞങ്ങൾക്ക് അവിടുത്തെ രണ്ടാമത്തെ വരവെങ്കിൽ കാണുമെന്നുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ പിതാവേ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയ ആയുസ്സിൽ ഏറ്റവും മനോഹരമായി ജീവിച്ച് ഞങ്ങളുടെ മുമ്പിൽ മാതൃക വെച്ച് നിൽക്കുന്നല്ലോ. ഈ മാതൃകളെ പിൻപറ്റിക്കൊണ്ട് ഈ അമ്മച്ചിയുടെ ഓർമ്മകളെ എന്ന് ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ പിതാവേ നീ ഞങ്ങളെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആ ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്നും ജ്വലിച്ചു നിൽക്കുവാനും അപ്രകാരം എന്നും ഞങ്ങളുടെ മനസ്സിൽ അമ്മച്ചിയും ജീവിക്കുവാനും പിതാവ് സഹായിക്കുന്നേ. ആ നല്ല മാതൃകളെ പിൻപറ്റിക്കൊണ്ട് അമ്മച്ചിയുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കി പ്രക്ഷോഭമാക്കി തീർക്കുവാൻ പിതാവെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുക. നല്ലതായ ഒരു അവസാനം നിന്റെ ദാസി കൊടുത്തവർക്ക് സ്തോത്രം ചെയ്യുന്നു. നീ നടക്കുന്ന ശുശ്രൂഷകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കൾക്ക് അനേക ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ കർത്താവേ. ദൈവിക പരിപാലനവും കൃപയും യാത്രയോട് കൂടെ ഇരിക്കുന്നേ കർത്താവെ. അവിടെ എത്തിച്ചേരുവാനും അവിടുത്തെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ നിർവഹിക്കപ്പെടുവാനും വലിയവനായ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി സമർപ്പിക്കുന്ന കർത്താവേ, ദുഃഖത്തിലായിരുന്ന കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. സ്വർഗീയമായ സമാധാനത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാൽക്കൊക്കെ കർത്താവെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ടല്ലോ. അവർക്കൊക്കെ തക്കതായ സമയങ്ങളിൽ യാതൊരു പ്രയാസങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ ഈ ശുശ്രൂഷയിൽ അനുഗ്രഹപ്രദമായി പങ്കെടുക്കുവാനും നിന്റെ മക്കളെ സഹായിക്കുന്നു. പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവത്തിനായ സ്തോത്രം. മാനവമഹത്വം സകലവനായ യേശുവിന്റെ നാമത്തിൽ ആമേൻ. സകല ബുദ്ധിയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ പിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഓർഗനൈസർ ആയിരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഇമ്മാനുവേൽ മാർത്തോമ ഇടവക മിഷൻ, ആ ഇടവ മിഷന്റെ ചുമതലക്കാര്, ഇടവ മിഷന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുള്ള ആദര സൂചകമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, റീത്ത് സമർപ്പിക്കുകയും ചെയ്യും.